വിഭജനത്തിന്റെ മുറിവുകളുടെ നേർസാക്ഷ്യവുമായെത്തിയ കട്ടപ്പന ദർശനയുടെ സെനീപ് നാടകത്തെ നെഞ്ചേറ്റി കോഴിക്കോട്ടെ നാടകപ്രേമികൾ. മനോജ് നാരായണൻ സംവിധാനം നിർവഹിച്ച അമച്വർ നാടകമായ സെനീപ് നിറഞ്ഞ സദസ്സിലാണ് കളി തുടരുന്നത്. ഇന്ത്യ വിഭജനം മതേതര മനസ്സിലുണ്ടാക്കിയ മുറിവാണ് സെനീപിൻ്റെ ഇതിവൃത്തം. വിഭജനാനന്തരമുണ്ടായ ലഹളയും കലാപവും മൂലം സർവ്വതും നഷ്ടപ്പെട്ടൊരു ജനതയുടെ അതിജീവനമാണ് ഇ.ജെ. ജോസഫിൻ്റെ രചനയിൽ അരങ്ങിലെത്തിയ സെനീപ് പറയുന്നത്. എല്ലാ അതിരുകൾക്കും അപ്പുറമാണ് മാനവികതയെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നാടകം ജനഹൃദയങ്ങളിലേക്ക് കടന്നുകയറുന്നു. വിഭജനത്തിൻ്റെ കെടുതികളിൽ ദുരിതങ്ങളിൽ കിടന്നുഴലുന്ന ഏതാനും മനുഷ്യരിലൂടെയാണ് സെനീപിൻ്റെ പ്രയാണം. മുഹമ്മദ് അലി ജിന്നയുടെയും ബ്രിട്ടീഷുകാരുടെയും ആഗ്രഹം പോലെ ഇന്ത്യയെ പങ്കിട്ടപ്പോൾ നിഷ്കാസിതരായവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയായിരുന്നു മനോജ് നാരായണനും സംഘവും പ്രേക്ഷകരെ വഴി നടത്തിയത്. കട്ടപ്പന ദർശനയാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. കട്ടപ്പനയുള്ള ഒരു നാടക സംഘമാണ്. സെനീപ് നാടകം നമ്മുടെ വിഭജന കാലത്തെ അതിൻ്റെ ഒരു മുറിപ്പാടുകളും ഒക്കെ പങ്കുവെക്കുന്ന, എന്നാൽ പുതിയ കാലത്തെ കൂടി അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നാടകമാണ് സെനീപ്. കോഴിക്കോട്ടെ നാടകപ്രേമികൾ ശ്വാസമടക്കി പിടിച്ചാണ് സെനീബ കണ്ടത്. അത്രത്തോളം തീവ്രമായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് സെനീബയുടെ ഒഴുക്ക്. എറണാകുളത്തും ഇടുക്കിയിലും കളിച്ച ശേഷം മൂന്നാമതാണ് സെനീബ കോഴിക്കോടെത്തിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്.